സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി എന്ന ബാലകഥയുടെ 4-ാം ഭാഗം കേൾക്കാം. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. വിരുന്നുകാർ വന്നുപോയപ്പോൾ മുതൽ ഒന്നിനും ഒരു ഉത്സാഹമില്ലാതെ ചടഞ്ഞിരിക്കുകയാണ് അർജുൻ. ഭക്ഷണകാര്യത്തിൽ പോലും ശ്രദ്ധയില്ല. ഗണപതിയുടെ അടുത്തുപോലും പോകുന്നില്ല. ഒരാഴ്ചയായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. തുറന്നൊന്നും പറയൊന്നുമില്ല. കമലയുടെയും ഗണപതിയുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഗണേശനാണ്. അമ്മയും മകളും മാറി മാറി ചോദിച്ചു. ഒന്നുമില്ലെന്നുള്ള മറുപടി അവരെ തൃപ്തരാക്കിയില്ല. ഗണേശൻ പാപ്പാങ്കിളിന്റെ സമീപം ചെന്നു. അവന് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവൻ പാപ്പാങ്കിളിന്റെ മുഖത്തേക്ക് നോക്കി. ദുഃഖഭാവം തിരിച്ചറിഞ്ഞു. അവൻ ശല്യം ചെയ്യാതെ പിന്തിരിഞ്ഞു. അമ്മയുടെയും മകളുടെയും അടുത്തേക്ക് ചെന്നു. പാപ്പാങ്കിൾ എന്താ ഒന്നും മിണ്ടാത്തെ? കല്യാണാവശ്യത്തിന് ക്യാഷില്ലാഞ്ഞിട്ടാണോ? സുനന്ദയും സോനുവും ഒന്നും പറഞ്ഞില്ല. ആന്റി, എന്തെങ്കിലും പറയൂ. പാപ്പാങ്കിളിന് എന്താ പറ്റിയത്? ഗണേശ, നീ വാ, നമുക്ക് ഗണപതിയെ നോക്കാം. പനമ്പട്ടയൊക്കെ തിന്നുകാണും. അർജുൻ ഭാര്യയെ അടുത്തേക്ക് വിളിച്ചു. സുനന്ദ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. സുനന്ദേ, വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഡാഡിയെയും മമ്മിയെയും അനുജത്തിയെയും കണ്ടെത്തണം. അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നമ്മുടെ മോനെക്കുറിച്ചും ഒരു വിവരവുമില്ലല്ലോ. എല്ലാവരെയും കണ്ടെത്തിയിട്ട് മതി വിവാഹം. ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചേട്ടൻ പല പ്രാവശ്യം പോയിട്ടുള്ളതല്ലേ. ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടിയില്ലല്ലോ. എത്ര പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി. അവസാനമായി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. കണ്ടെത്താൻ കഴിഞ്ഞാൽ ബാക്കി സുനന്ദ പൂരിപ്പിച്ചു. നമ്മുടെ ഭാഗ്യം. ഞാൻ ആരാണെന്നോ എന്റെ മാതാപിതാക്കൾ ആരാണെന്നോ എനിക്കു മാത്രമല്ലേ അറിയൂ. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് സോനു ഓടിയെത്തി. പിന്നാലെ ഗണേശനും. അച്ഛാ, അച്ഛനൊരു കത്തുണ്ട്. നമുക്ക് ആദ്യമായിട്ടാ ഒരു കത്ത് വരുന്നത് അല്ലേ അച്ഛാ? അർജുൻ മകളുടെ കയ്യിൽ നിന്നും കത്ത് വാങ്ങി പൊട്ടിച്ചു. സന്തോഷത്താൽ മുഖം പ്രകാശിച്ചു. നമ്മുടെ ഗണേശന്റെ കത്താ. എല്ലാവരും മാറി മാറി വായിച്ചു. പല പ്രാവശ്യം സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ഇപ്പോൾ തന്നെ പോകുക. പാപ്പാങ്കിൾ, ലിംപാക്കിൽ എന്ന് പറയുന്ന സ്ഥലം അറിയുമോ? ലിംപാക്കിൽ എന്ന് പറയുന്നത് ഒരു കൊച്ചു പട്ടണമാ. കണ്ടാൽ ഗ്രാമമാണെന്ന് തോന്നും. അവിടെ മൊട്ടക്കുന്നുകളും അരുവികളും കൂടാതെ ചെറുതും വലുതുമായ ധാരാളം റോഡുകളും എല്ലായിടത്തും ധാരാളം വൃക്ഷങ്ങളുമുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ബാഗുകളും പ്ലാസ്റ്റിക് കുപ്പികളും നിരോധിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും കൈവശം കണ്ടാൽ പോലീസ് പിടിക്കും, പിഴ ചുമത്തുകയും ചെയ്യും. അവിടെ ലിംപാക്കിൽ എന്ന പേരിൽ തന്നെ ഒരു പാർക്കുണ്ട്. അവിടുത്തെ ഓരോ വീടും എനിക്ക് നന്നായിട്ട് അറിയാം. പാപ്പാങ്കിൾ ഒറ്റയ്ക്ക് പോയാൽ വഴി അറിയാതെ വിഷമിക്കും. നമ്മൾ കണ്ടുമുട്ടിയ ആ ക്ഷേത്രമില്ലേ, അവിടുന്ന് അല്പം വടക്കോട്ട് മാറിയ ഈ സ്ഥലം. ലിംപാക്കൽ എന്റെ സ്വന്തം നാടാ. ഞാനും വരട്ടെ പാപ്പാങ്കിൾ? ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ? ഞാൻ ഈ വേഷത്തിലല്ലേ വരുന്നത്. പിന്നെ എന്നെ എങ്ങനെ തിരിച്ചറിയും? എന്റെ മമ്മി പോലും തിരിച്ചറിയില്ല. ഒരു സഞ്ചി തോളിൽ തൂക്കി ഗണേശൻ പോകാൻ തയ്യാറായി നിന്നു. അർജുൻ ഗണേശനുമായി പോകാൻ റോഡിലിറങ്ങി. ടൗണിലേക്കുള്ള വണ്ടി എത്താറായി. ഓരോ നിമിഷവും അക്ഷമയോടെ കാത്തിരുന്നു. ഒരു ആനവണ്ടി ടൗണിൽ നിന്നും എത്തി. ഞാൻ ഈ വണ്ടിയിലാണ് ഇവിടെ വന്നിറങ്ങിയത്. റിട്ടയേർഡ് SP രാമചന്ദ്രൻ നായരുടെ മകൻ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ വിഷ്ണുരാജ് ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. SP സാറിന്റെ മകനെന്ന പരിഗണനയിൽ പോലീസുകാർ തന്നെ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാ തെളിവുകളും തേച്ചു മാച്ച് കളഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൻ ഡാഡിയുടെ കയ്യിൽ വന്ന് പെട്ടു. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അവനെയും കൂട്ടാളികളെയും പിടികൂടിയപ്പോൾ ഗുണ്ടകളും സുന്ദരീന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കഞ്ചാവ് പൊതികളും ഉണ്ടായിരുന്നു. കോടതിയിൽ തെളിവായി ഹാജരാക്കാൻ നോക്കിയപ്പോൾ മാജിക് പോലെ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഡാഡിക്ക് ജഡ്ജിയുടെ വക ശകാരവും കിട്ടി. ഡാഡി പിന്തിരിഞ്ഞില്ല.
അവനെ പിടികൂടാൻ തക്കം പാർത്തിരുന്നു. ഒരു ദിവസം ഡാഡി ഏതാനും പോലീസുകാരുമായി എത്തി. അവരുടെ മാളിക പോലത്തെ വീട് റെയ്ഡ് ചെയ്തു. കള്ളനോട്ട് കേസിലെ പിടികിട്ടാ പ്രതിയായ മിന്നൽ ചാക്കോയെയും സഹായിയായ പിച്ചാത്തി എന്നറിയപ്പെടുന്ന ജിക്കുവിനെയും പിടികൂടി. അവർ അവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. രാമചന്ദ്രൻ നായർ അവിടെ ഇല്ല എന്നുറപ്പാക്കിയ ശേഷമായിരുന്നു റെയ്ഡ്. അവിടെ നിന്ന് ആനക്കൊമ്പുകളും ആനമയക്കി എന്നറിയപ്പെടുന്ന ചരസും കിട്ടി. തുടർന്ന് നാട്ടിൽ പല അക്രമങ്ങളും അരങ്ങേറി. SP രാഘവൻ വിശ്വസ്തരായ ഏതാനും കോൺസ്റ്റബിൾമാരെ തിരഞ്ഞെടുത്ത് ഒരു ഫോഴ്സ് രൂപീകരിച്ചു. എല്ലാ അക്രമങ്ങളെയും സധീരം നേരിട്ടു. വരും വരായികളെക്കുറിച്ചോ സ്വയരക്ഷയെക്കുറിച്ചോ പോലും ചിന്തിച്ചില്ല. സ്വന്തം കുടുംബത്തെ പോലും മറന്നുള്ള ഓപ്പറേഷനായിരുന്നു. എല്ലാ അക്രമികളെയും അടിച്ചമർത്തുക തന്നെ ചെയ്തു. സ്വയരക്ഷയ്ക്കായി തോക്കുപയോഗിക്കാൻ അനുമതി തേടിയിരുന്നു. അതിനാൽ സംഘാംഗങ്ങൾക്കാർക്കും ജീവഹാനി ഉണ്ടായില്ല. അവരുടെ വെടിയേറ്റ് ഏതാനും സാമൂഹിക ദ്രോഹികൾ പരിക്കേറ്റ് നിലത്ത് വീണു. മുട്ടിന് താഴെയായിരുന്നു വെടിയേറ്റത്. എല്ലാ അക്രമികളെയും അടിച്ചമർത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകി. പക്ഷേ വാരാന്ത്യത്തിൽ കോളേജിൽ നിന്നും എത്തിയ ആ രാത്രി കണ്ട കാഴ്ച, വീട്ടിൽ നിന്നും തീയും പുകയും വരുന്നു. അത് ആകാശം മുട്ട് പൊങ്ങുന്നു. ആ വെളിച്ചത്തിൽ കണ്ടു, വീട് പൂട്ടിയിരിക്കുന്നു. അകത്താരും ഇല്ലല്ലോ എന്നോർത്ത് സമാധാനിച്ചു. ഡാഡി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അക്രമികൾ ശക്തരാണ്. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. മോൻ പഠിത്തം നോക്കണ്ട. ശത്രുക്കൾ കോളേജ് പരിസരത്ത് എത്തിക്കാണും. ജീവനാണ് വലുത്. ആരും തിരിച്ചറിയാത്ത ഒരിടത്തേക്ക് പോകുക. ഡാഡി പറയുന്നത് മോന് മനസ്സിലാകുന്നുണ്ടല്ലോ. തുടർന്ന് കേട്ടത് എന്തോ പൊട്ടുന്ന ശബ്ദമാണ്. രാത്രിയുടെ മറവിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ നടന്നു. വണ്ടി കയറി ഇവിടെ എത്തി. 1 വർഷത്തിന് ശേഷം നാട്ടിലെത്തി. അവിടെ കണ്ടത് മതിൽക്കെട്ട് മാത്രം. വീട് കത്തിക്കരിഞ്ഞതിന്റെ ബാക്കി പത്രം പോലെ ചില ഭിത്തികൾ ഉണ്ടായിരുന്നു. കാവലായി ഏതാനും പോലീസുകാർ. ഡാഡിയും മമ്മിയും അനുജത്തി വേദികയും എവിടെ? അടുത്തുള്ള വീട്ടുകാരോട് അന്വേഷിച്ചു. ഞങ്ങൾ പുതിയ താമസക്കാരാ, ഞങ്ങൾക്കറിയില്ല. പരിസരത്തുള്ള വീടുകളിലെല്ലാം ചെന്നു. എല്ലായിടത്തും പുതിയ ആൾക്കാർ. എന്റെ നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും താമസം മാറിപ്പോയിരിക്കുന്നു. അർജുൻ പോലീസ് സ്റ്റേഷനിലെത്തി. പരിചയമുള്ള ഒരു മുഖവും കണ്ടില്ല. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. ശരീരത്തിന് വിറയൽ അനുഭവപ്പെട്ടു. അവൻ ഹൃദയത്തോട് പറഞ്ഞു, നീ ധൈര്യശാലിയും മനുഷ്യസ്നേഹിയും ത്യാഗിയുമായ ഒരച്ഛന്റെ മകനാണ്. ഏത് പരിതസ്ഥിതിയിലും ധൈര്യം കൈവിടരുത്. ഒരു പോലീസുകാരൻ അവന്റെ അടുത്തേക്ക് വന്നു. എന്താ എന്ന അർത്ഥത്തിൽ ഒന്ന് നോക്കി. സാർ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. SP സാർ രാഘവൻ കല്ലിലിപ്പുറത്തന്റെ വീടെവിടെയാ? എടാ കൊച്ചനെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാ. കേസ് അന്വേഷണമൊക്കെ തീർന്നു. പ്രതികളൊക്കെ ജയിലിലായി. അദ്ദേഹം സർവീസിലില്ല. വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ഇപ്പോൾ എവിടെയാണെന്ന് ഒരറിവുമില്ല. ആഭ്യന്തരമന്ത്രി ജെയിംസ് ചാണ്ടിയുടെ മകൻ തോമസ് ചാണ്ടിയുടെ മരണവും തുടർന്നുള്ള സംഭവങ്ങളും ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. ഡാഡിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ മനുഷ്യൻ. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. തന്റെ ഒരേയൊരു മകന്റെ മരണം, അല്ല കൊലപാതകം. വളരെ ദുഃഖത്തോടെ അവിടെ നിന്നിറങ്ങി. അയൽക്കാരായ ശങ്കരൻകുട്ടിയേട്ടൻ, തോമസ് കുട്ടിച്ചേട്ടൻ, ജാനേടത്തി, സുലൈമാനിക്ക, കാസിംബായി, കൂട്ടുകാരനും ക്ലാസ്മേറ്റുമായ ജിത്ത്, എല്ലാവരുടെയും വീടുകളിൽ ചെന്നു. പക്ഷെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും നാടും കൂടും വിട്ട് ദേശാടന പക്ഷികളെ പോലെ എങ്ങോട്ടോ പോയിരിക്കുന്നു. ഞാൻ ജനിച്ച വീട്, എന്റെ ഗ്രാമം, എന്റെ നാട്ടുകാർ ആരും ഇല്ലാത്തവനായി തീർന്നിരിക്കുന്നു. നിരാശനും ദുഃഖിതനുമായി തിരികെ പോയി. നീണ്ട 22 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.